ഈസി എക്സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ചെറിയ മൂലധനം ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് വലിയ വലിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അതായത് ഇപ്പോൾ പല ആളുകളും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ അടുത്ത് 10 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുണ്ട്. ഈ ഒരു 20 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പിന്നെ എക്സ്പോർട്ട് ബിസിനസ് അല്ല, എന്ത് ബിസിനസ് ആണെങ്കിലും നമുക്ക് ചെറിയൊരു മൂലധനത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കി ആ ലാഭം കൊണ്ട് നമ്മുടെ എക്സ്പെൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ഒരു മോശം തീരുമാനമായിരിക്കും. കാരണം ഇപ്പോൾ ഒരാൾ ജോലിയുണ്ട്, ഇപ്പോൾ ആൾക്ക് 30,000 രൂപ ശമ്പളം അല്ലെങ്കിൽ 50,000 രൂപ ശമ്പളം. ആ ശമ്പളം ഉള്ള ജോലി നിർത്തിയിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ എവിടെ നിന്നാണ് ഇൻകം വരുന്നത്? അത് ബിസിനസ് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടാണ് അതിൽ നിന്ന് ഇൻകം വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് സക്സസ് ആവത്തില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ടാവും, ഫാമിലി എക്സ്പെൻസ് ഉണ്ടാവും. ഇത് നിങ്ങളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, ഇപ്പം നമ്മുടെ അടുത്ത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ, ഈവൻ ഒരു 1 lakh ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഒരു പ്ലാൻ ഒരു 2 CRൻ്റെ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യും? അപ്പം നമ്മുടെ ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒരു 3 വർഷത്തേക്ക് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആവശ്യമുണ്ടെന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് നിങ്ങളുടെ സാലറി ഉൾപ്പെടെ വരും. കാരണം നിങ്ങൾ വേറൊരു കമ്പനിയിൽ 50,000 രൂപ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 50,000 രൂപ സാലറി കിട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്പെൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ സാലറി, ഓഫീസിൻ്റെ റെൻറ്റ്, അല്ലെ മറ്റ് എക്സ്പെൻസുകൾ എല്ലാം കൂടി എത്ര രൂപയാവും? ഒരു 3 വർഷത്തേക്ക് ഇത് റൺ ചെയ്യണ എത്ര രൂപയാവും? ഒരു 50 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഒരു 1 കോടി രൂപ, അതോ അല്ലെങ്കിൽ 2 കോടി രൂപ. ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് നിങ്ങളുടെ മൈൻഡിലുണ്ട്, നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉള്ള പൈസയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം, ബാക്കി പിന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾ ആ മുടക്കുന്ന പൈസയും കൂടെ പോകത്തില്ല, ആ പ്രൊജക്റ്റ് സക്സസ് ആവത്തില്ല. അപ്പോൾ അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീറ്റർ നമ്മുടെ ബിസിനസ് ഐഡിയ ക്യാച്ച് ചെയ്തിട്ട് അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രൊജക്റ്റിനെ സക്സസ് ആക്കി മാറ്റുകയും ചെയ്യും. അപ്പം നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് അതിലും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 1 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ആ ഒരു ബിസിനസ്സിനെ സക്സസ് ആക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ എക്സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊരു റിലേറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്ന എക്സ്പോർട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പോർട്ട് കമ്പനി ആണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കമ്പനീനെ ബ്രാൻഡ് ചെയ്യണം. ബ്രാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ലീഡ് ജനറേറ്റ് ചെയ്യുക. ലീഡർ ജനറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു പരസ്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. ഈ പരസ്യം കണ്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ കോൾ ചെയ്യുന്നു, നമ്മൾ അവരുമായിട്ട് ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു എക്സ്പോർട്ട് ഓർഡർ കിട്ടി. അപ്പോൾ ഒരു എക്സ്പോർട്ട് ഓർഡർ ഉള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് ഫണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് പറയാം, ഞങ്ങൾക്ക് ഇന്നപോലെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, എക്സ്പോർട്ട് ഓർഡർ ഉണ്ട്, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു എക്സ്പോർട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. നമ്മളുടെ ബിസിനസ്സിലേക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യുന്ന ബിസിനസ് ആണോ? ഈവൻ നമ്മൾ നാളെ ഒരു ചായക്കട തുടങ്ങുന്നു, 10 വർഷം അത് അങ്ങനെ തന്നെ റൺ ചെയ്യുന്നു വിചാരിച്ചാൽ അതിന് സ്കെയിലബിലിറ്റി ഇല്ല, അതിൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ നമ്മളൊരു ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നു, ആ ഒരു ഇപ്പം ഈ വർഷം ആദ്യത്തെ ഒരു വർഷം നമ്മൾ മന്ത്ലി 1 കണ്ടെയ്നർ വെച്ച് അയക്കുന്നു, പിന്നത്തെ വർഷം തൊട്ട് 5 കണ്ടെയ്നർ വെച്ച് അയക്കുന്നു, 3-ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും 10 കണ്ടെയ്നർ വെച്ച് അയക്കുന്നു. ഇനി അതല്ല, ചായക്കട തന്നെ തുടങ്ങുന്നു, ഇതിനൊരു ചെയിൻ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്കെയിലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ സ്കെയിലബിൾ ആകുന്ന രീതിയിൽ നിങ്ങൾ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം. രണ്ടാമത് ആളുകൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ പ്രോഫിറ്റബിലിറ്റിയാണ്. വെറുതെ ഒരു ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ റിട്ടേൺസ് ആണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് എത്ര ടൈമിനുള്ളിൽ റിട്ടേൺസ് കിട്ടും? ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ഞാൻ ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 50 വർഷം കഴിഞ്ഞിട്ട് ഈ പൈസ റിട്ടേൺ കിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ആസ് എ ഇൻവെസ്റ്റർ ഞാൻ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. ഇതുപോലെ ഓരോ ഇൻവെസ്റ്ററും ചിന്തിക്കും, ഈ ഒരു കമ്പനിയിൽ ഞാൻ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എത്ര ടൈമിനുള്ളിൽ ഈ 10 ലക്ഷം രൂപ തിരിച്ച് കിട്ടും, പിന്നെ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്തൊക്കെയാണ്? അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്ലാനിൽ ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 ഇയേഴ്സിനുള്ളിൽ, ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരാൾ 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിക്കോ, ആൾക്കൊരു 5 ഇയേഴ്സിനുള്ളിൽ 50 ലക്ഷം രൂപ റിട്ടേൺ കിട്ടുന്നു. പിന്നെയുള്ള 6-ാമത്തെ 7-ാമത്തെ വർഷം തൊട്ടിട്ട് ഇവർക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ വന്നുകൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ കമ്പനിയുടെ ഷെയർ ഉണ്ട്, പിന്നെ കമ്പനി റൺ ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ ഉണ്ട്, പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം അവർക്ക് 5 വർഷം കൊണ്ട് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ബിസിനസ് പ്ലാനാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു നല്ല ബിസിനസ് പ്ലാൻ വെച്ചാൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കണം നമ്മുടെ. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഇതിൽ നമുക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവണം. കാരണം ഇപ്പം നമ്മുടെ ബിസിനസ് നമ്മൾ പറഞ്ഞ രീതിയിൽ സക്സസ് ആയില്ല, നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? നഷ്ടം ഇൻവെസ്റ്റേഴ്സിന് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത്ര റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഒന്നുകൂടെ മടിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു എക്സ്പോർട്ട് ബിസിനസ്സിലേക്കാണ് നമ്മൾ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നത്. ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ മിഷനറി പർച്ചേസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന്. അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നാളെ നമ്മുടെ കമ്പനി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രോഫിറ്റബിൾ ആയില്ല, നമുക്ക് ബിസിനസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് എന്ത് ചെയ്യും? റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും. ഒരു അപ്രീസിയേഷൻ വന്നിട്ട് നമ്മൾ അന്ന് 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ലാൻഡിന് 3 കോടി രൂപ ചിലപ്പോൾ വാല്യൂ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ ഇൻവെസ്റ്റേഴ്സിന് അധികം നഷ്ടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അതുപോലെയുള്ള ഒരു ബിസിനസ് പ്ലാനാണ് നമ്മുടെയെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യില്ല, അധികം നഷ്ടം വരില്ല. അപ്പം ഇൻവെസ്റ്റേഴ്സിന് അധികം നഷ്ടം വരില്ലാത്ത ഒരു പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ ഇതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ഒരാളാണ്, അപ്പം നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റർ ചിന്തിക്കും, ഇവർക്ക് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും? അല്ലെങ്കിൽ ഒരു ബയേഴ്സ് ചിന്തിക്കുകയാണ്, ഇതൊരു പുതിയൊരു എക്സ്പോർട്ട് കമ്പനിയാണല്ലോ, ഈ കമ്പനിക്ക് നമുക്ക് എന്ത് വിശ്വസിച്ചാൽ ഓർഡർ കൊടുക്കുന്നത്? ഇവർ തരുന്ന പ്രൊഡക്റ്റ് കേടാണെങ്കിലോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ അതൊരു റിസ്ക് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിനെ എടുക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളെപ്പോലുള്ള കൺസൾട്ടൻറ്റുമാരെ നിങ്ങൾ എടുക്കുകയാണെങ്കിലുള്ള ഗുണം, നിങ്ങൾക്ക് നിങ്ങളുടെ ബയ്യറിൻ്റെ അടുത്ത് പറയാം, ഞങ്ങൾക്ക് കൺസൾട്ട് ചെയ്യുന്ന കമ്പനി ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേമാണ്, അവർ ഒരുപാട് കൺസൾമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ ആൾക്കാരും എക്സ്പെർട്ടൈസ് ഉള്ള ആളാണ്. ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുണ്ട്, ഫുഡ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട്. ഇതെല്ലാം കൂടി അടങ്ങുന്ന ഒരു ടീമാണ് നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ കൺസൾട്ടിങ് മീൻസ് നിങ്ങളുടെ ഒരു കമ്പനിയുടെ ടീം തന്നെ എല്ലാ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ടീമായിട്ട് മാറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിന് നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബയേഴ്സിന് നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഈവൻ ഒരു 1 CRൻ്റെ 2 CRൻ്റെ ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 1 lakhs റുപ്പീസ് മതി. കാരണം നിങ്ങൾ ആ 1 lakh ഉപയോഗിച്ചിട്ട് നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്യുക, കമ്പനീനെ ബ്രാൻഡ് ചെയ്യുക, അതിനുശേഷം എക്സ്പോർട്ട് ഓർഡർ എടുക്കുക. ഇത് ഈവൻ ഏത് ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. ഈ എക്സ്പോർട്ട് ഓർഡർ വന്ന് നമുക്കൊരു പർച്ചേസ് ഓർഡർ കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബയ്യർ നമുക്ക് റെഡി ആയി, അവർ നമുക്കൊരു ഓർഡർ തന്നു, ഇത് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ അകത്ത് ലാഭം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്ലാൻ ഓൾമോസ്റ്റ് കറക്റ്റായി. ഈ ഒരു പ്ലാനിലേക്ക് നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. കാരണം ലാഭം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ബിസിനസ്സിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുക. കാരണം എക്സ്പോർട്ട് ബിസിനസ്സിൽ നമ്മുടെ ഈസി എക്സ്പോർട്സിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും സാധാരണക്കാരാണ്. അപ്പം അവർ കൂടുതലും ഇപ്പം അധികം ഒരു 5 lakhs അല്ല 10 lakhs എമൗണ്ടും കൊണ്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം പല ആൾക്കാർക്കും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടമൊക്കെ വന്നിട്ടിരിക്കുകയാണ്. കുറച്ച് പൈസ മുടക്കി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അത് അത്ര സക്സസ് ആയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറേ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനും പറ്റും. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈസി സ്പോർട്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.